ആലങ്കാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻ കളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്ദ്യ സദസ്സിൻ്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരൂ മുത്തശ്ശി. പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിന് മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരൂ. പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊഴുന്നീ പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനലിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അനുതണെ പൂന്തുട കട്ടിയുടക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു മുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളിൽ ഓന്നണയും പൊൻകതിൽ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ. പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളിൽ ഓന്നണയും പൊൻകതിൽ വണ്ണോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ
താടികളെ കാട്ടിയെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിലിരാ ഞാൻ കളവൂ, കാട്ടിലിരാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണെ കാണാതെ സങ്കടപ്പെടണ്ടാവും ഇല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയരങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല, എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീട്ടി കളിക്കും പരൽ മീനല്ല, നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടി ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ, പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? ചോദിക്കാൻ നോക്കി ഭൂതം, പേടിക്കാൻ അങ്ങിനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുട്ടി കണക്കങ്ങു നിന്നാളമ്മ. കാത്തുരിയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരൊക്കെ കൊടുത്താളമ്മ. ഹരിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? മണികളും കിരികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികണ്ടേ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. കോലു പറിച്ചു ഭൂതം, ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിന്ദിച്ചു ഭൂതം, മാർക്കോടടുക്കെ നോടി ഭൂതം. അമ്മയെടുത്തി ഉമ്മ കൊടുത്തി പഞ്ചിതമോദം
കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുക്കാൻ. അമ്മേ നിങ്ങളുടെ അംഗക്കുഞ്ഞിനെ ഞാനിനി മേലിൽ നിറച്ചു പിടിക്കി. എന്നുടെ നേരെ കോപമിലേറെ കരുതരുതെന്നേ നീക്കിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും. നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കും. തൊഴുതു വിറച്ചേ നിന്നോ ഭൂതം. തോറ്റു മടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണ് തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിൽ കണ്ടമുണങ്ങി പൂത്തും കാലം. കളമക്കതിർമണി കളമതിരൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം. വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ. ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ. ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ. മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ച് വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്ന. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊത്തും കളമൊട്ടുചിലമ്പി കലന്തലുകൾ. അയ്യയ്യാവരവം വിളിപ്പൂങ്കുലമീരഞ്ജനൂതം. അതിൽ വിച്ചറ കോടകൾക്ക് പലവരടാടും കണ്ണങ്ങൾ. അരുവിനരുക്കണിച്ചായ കിരീടം തലയിലഞ്ജനൂതം. ദക്ഷിണ ജന്മണി കുത്തുമുലകളിൽ തീരിടയും പൂമാല്യം. ഉറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ മാറുകൾ മുട്ടോളം. നോക്കുകൾ മീതെ ആദിയരമൻ കിട്ടിയ വെള്ള ആവാട. അയ്യയ്യാവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂവം. 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 അയ്യയ്യാവരവഞ്ചിത നൃത്തം